അടുത്ത ദിവസങ്ങളിലായി ഇന്ത്യ, നേപ്പാൾ ബന്ധത്തെ പറ്റിയിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉം. 84 പ്രോജക്ട്സാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇന്ത്യ, നേപ്പാൾ അല്ലെങ്കിൽ ആ ഒരു ലോഞ്ച് ക്രോസ് ബോർഡർ ഡിജിറ്റൽ പേയ്മെന്റ്സ് ഒക്കെ ബന്ധപ്പെട്ട് 84 പ്രോജക്ട്സിന്റെ ഹാൻഡ് ഓവറിന്റെ ഒരു ഉം. റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഉം. എന്തെങ്കിലും ടൈ ഓവർ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, ഇതിപ്പോ ഈ 5, 6, 7 തീയതികളിൽ നേപ്പാളിലെ വിദേശകാര്യമന്ത്രി ഷിഷിർ ഖനാൽ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറിന്റെ ഇൻവിറ്റേഷൻ അനുസരിച്ചിട്ട് വന്നതാണ്. അവര് വളരെ ദീർഘമായിട്ട് ചർച്ചയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ കുറെ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഒപ്പിട്ടിരിക്കുന്നത് വിവിധ മേഖലകളെ സംബന്ധിച്ച്. പക്ഷെ അതില് ഒരു കാര്യമുണ്ട്. ഇന്ത്യ നേപ്പാളുമായിട്ട് നല്ല ബന്ധമായിരുന്നു മറ്റേ നേപ്പാൾ രാജാവ് കിങ് ബീരേന്ദ്ര ബിക്രം സാഹ ഭരിച്ചിരുന്നപ്പോഴേക്ക്. ഇത് വഷളായി തുടങ്ങിയത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രചണ്ഡ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നേതാവുണ്ട്. അയാള് പ്രധാനമന്ത്രിയായിട്ട് വന്നേ പിന്നെയാണ് ബന്ധം മോശമായത്. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ഈ വർഷം ആദ്യമാണ് നേപ്പാളിലെ ബലേൻ ഷാ എന്ന് പറയുന്ന ആള് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ നേതാവ് 4 വർഷം മുമ്പ് രൂപീകരിച്ച പാർട്ടിയാണ്. അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടി. അവർ ഗവൺമെന്റ് രൂപീകരിച്ചു. അപ്പൊ ഈ ബലൻ ഷാ കഴിഞ്ഞ ദിവസം അവരുടെ നേപ്പാൾ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇന്ത്യയും നേപ്പാളും തമ്മിൽ പരസ്പര അതിർത്തി കൈയേറിയിട്ടുണ്ട്. എന്നിട്ട് ഈ തർക്കം ഉണ്ട്, ഇന്ത്യയും നേപ്പാളുമായിട്ട് അതിർത്തിയെ സംബന്ധിച്ച തർക്കമുണ്ട്. ആ തർക്കത്തിൽ ഇടപെടണം എന്ന് ബ്രിട്ടന്റെ അടുത്തും ചൈനയോടും ആവശ്യപ്പെട്ടു. ഇത് ഇന്ത്യനെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലിരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതൊന്നും അല്ലാണ്ട് ഇയാൾ ഓടിപ്പോയി ബ്രിട്ടനെയും പിന്നെ ചൈനേനെയും ഇതിനകത്ത് ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടപ്പോ അത് ഇന്ത്യയുടെ ഇത് പർവ്വതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നാണ് ഇന്ത്യക്ക് തോന്നുന്നത്. അപ്പൊ നേപ്പാൾ പറയുന്നു ബ്രിട്ടനെ ഞങ്ങൾക്ക് വിളിക്കണം, കാരണം ബ്രിട്ടൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അതിർത്തി പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിപുലേഖ് ചുരമുണ്ട്. ലിപുലേഖ് ചുരം ഇതിപ്പോ ഉത്തരാഖണ്ഡിലാണ്. അപ്പം ഈ കൈലാസ് മാനസരോവർ യാത്ര നടക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ നിന്നും പോകുന്ന തീർത്ഥാടകർക്ക് ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം വഴി കൈലാസ് മാനസരോവറിൽ എത്താൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയും ചൈനയും അഗ്രിമെന്റ് ഒപ്പിട്ടു. അപ്പൊ ഈ ലിപുലേഖ് ചുരം തങ്ങളുടെ ആണെന്നാണ് നേപ്പാൾ അവകാശപ്പെടുന്നത്. അത് അവര് ചൈനയെയും മറ്റേ ബ്രിട്ടനെയും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഭിപ്രായം, ഇന്ത്യ പറയുന്നത് ലിപുലേഖ് ഉത്തരാഖണ്ഡിന്റെ അവിഭാജ്യ ഘടകമാണ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇതിനകത്ത് ഇന്റർനാഷണൽ പ്രശ്നങ്ങൾ ഉള്ള ആവശ്യങ്ങൾ, ഇന്റർവെൻഷന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടോ ഒന്നും ചർച്ച ചെയ്തതായിട്ട് കാണാനില്ല രണ്ട് വിദേശകാര്യമന്ത്രിമാരും. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പിന്നെ വേറെ ഒന്നുള്ളത്, നേപ്പാളിലെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം പേർക്ക് ഇന്ത്യയിലേക്ക് എന്താ പറയണ ജോയിൻ ചെയ്യണം, ഇന്ത്യയുടെ ഭാഗമാവണം, നേപ്പാളിനെ ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനമാക്കി മാറ്റണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്, അവരുടെ അഭിപ്രായം. അതിപ്പോ യോഗി ആദിത്യനാഥ് അവിടുത്തെ ഒരു വലിയ ഹീറോ ആണ് നേപ്പാളിൽ. അപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് വന്ന് പറയും ഞങ്ങളെ നിങ്ങളുടെ ഒരു സംസ്ഥാനം ആക്കണം എന്ന് പറയും. ആ സിറ്റുവേഷൻ ആണ് അവിടെ. അത് അവർ പലതവണ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചൈനേനെയും ബ്രിട്ടനെയൊക്കെ വിളിച്ച് ഈ അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നേപ്പാൾ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. ഇപ്പൊ അതിന്റെ എന്ത് നടന്നു ഈ ചർച്ചയിൽ, ഈ 2 ദിവസ ചർച്ചകളിൽ എന്ത് നടന്നു എന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഓഫ് കോഴ്സ് ഈ അഗ്രിമെന്റ് ഒക്കെ കുറെ ഒപ്പിട്ടിട്ടുണ്ട്. ഈ മറ്റേ കൾച്ചർ, പിന്നെ സംസ്കാരം, വിദ്യാഭ്യാസം, അതുപോലെ പേയ്മെന്റ്, ഗൂഗിൾ പേയ്മെന്റിന്റെയോ അതേപോലെയുള്ള ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇരു രാജ്യങ്ങളെ ഷെയറിങ്ങിന് വേണ്ടിയിട്ടോ അഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് അവര് എന്താ പറയണ, ഖനാലോ അതല്ലെങ്കിൽ ഡോക്ടർ ജയശങ്കറോ ഒന്നും മിണ്ടിയിട്ടില്ല. അത് സെൻസിറ്റീവ് ഇഷ്യൂ ആയത് കാരണമായിരിക്കും പ്രധാനമന്ത്രി തലത്തിൽ അതിന്റെ ചർച്ച നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അഗ്രിമെന്റ് എല്ലാം ഒപ്പിട്ടത് ശരി തന്നെ, പക്ഷെ ഇരു രാജ്യങ്ങളും തമ്മിൽ
ഉള്ള പഴയ ഒരു പരസ്പര വിശ്വാസത്തിൽ എവിടെയോ തകർച്ച പറ്റിയിട്ടുണ്ട്. കാര്യം ഈ ശിശിർ ഖനാൽ അവരുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്ന് പറയണ ഇന്ത്യയും നേപ്പാളും തമ്മിൽ പുതിയ തലത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ് കാണുന്നത്, ബന്ധങ്ങൾ ഈ രാജ്യങ്ങളുടെ ബന്ധം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് ഒരു 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 ബ്ലോട്ടായിട്ട്, ഇതൊരു കറയായിട്ട് അവശേഷിക്കും. ഇത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇരു രാഷ്ട്രങ്ങളുടെയും മനസ്സിൽ ഒരു സംശയം അവശേഷിക്കും. പൊതുവെ ഈ ബലേൻ ഷാ എന്ന് പറയുന്ന ആള് നേപ്പാൾ പ്രധാനമന്ത്രി, അയാൾക്ക് ചൈനയോടാണ് കൂടുതൽ താല്പര്യം, ചൈനയോടാണ് കൂടുതൽ അയാൾക്ക് ആഭിമുഖ്യമുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് എന്തായിരിക്കും ഈ ലിപുലേഖ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ എങ്ങനെ പരിഹരിക്കും, ഇത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് കാത്തിരുന്ന് കാണുകയുള്ളൂ. തീർച്ചയായും സാർ. ഇപ്പോൾ ഈ ഒരു അവരുടെ ഈ പ്രോജക്റ്റുകൾ സംബന്ധിച്ചിട്ടുള്ള അത് മാത്രമേ ഇപ്പോൾ ചർച്ചകൾ നടന്നിട്ടുള്ളൂ. 84 പ്രോജക്റ്റുകളാണ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലാണ് ഈ പറയുന്ന പേയ്മെൻറ്റ്, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ, ഇതാണ് ഈ പ്രോജക്റ്റുകൾ പെടുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും സംസാരിക്കാതെ, അല്ലെങ്കിൽ അതൊക്കെ സെൻസിറ്റീവായിട്ട് തന്നെ വെച്ചിരിക്കുക, അത്തരത്തിൽ തന്നെയല്ലേ? അതെ, അതിനെക്കുറിച്ച് അവര് ചർച്ച നടത്തിയിട്ടുണ്ടാവാം, നമുക്കറിയില്ല. കാരണം പുറത്തു വിട്ടിട്ടില്ല. അവരെന്തൊക്കെയാ, എല്ലാ വിഷയവും പുറത്തു വിടൂലല്ലോ. സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തു വിടൂലല്ലോ അവര്. എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമായിരിക്കും, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് മാധ്യമങ്ങളിൽ കൂടി. ഇപ്പൊ ദൂരദർശന്റെയൊക്കെ ന്യൂസില് നേപ്പാൾ വിദേശകാര്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ ഇന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. പക്ഷെ ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ള ബന്ധം വളരെ ഉയർന്ന തലത്തിലേക്കാണ്, കൂടുതൽ ശക്തി പ്രാപിക്കും. ഇന്ത്യനെ അവർ കാണുന്നത് ഒരു ഇക്കണോമിക് പവർ ഹൗസ് എന്നൊക്കെ പറയണ്ട. അത് ഒരു സാമാന്യ മര്യാദയാണല്ലോ. ഒരു വിദേശകാര്യമന്ത്രി മറ്റൊരു രാജ്യത്തിൽ ചെല്ലുമ്പോൾ അവര് പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുക, പുകഴ്ത്തുക എന്നുള്ളതാണല്ലോ അതാണല്ലോ ഈ നയതന്ത്രജ്ഞത എന്ന് പറയുന്നത്. നമ്മൾ തമ്മിലുള്ള പ്രശ്നം, എന്താ അഭിപ്രായ വ്യത്യാസങ്ങൾ ജനങ്ങളെ അറിയിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് നിശബ്ദത പാലിക്കണായിരിക്കാം അവർ. തീർച്ചയായും സാർ. അങ്ങനെ ആയിരിക്കാമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ബാക്കിയൊന്നും പുറത്തേക്ക് വിടാത്ത, അല്ലെങ്കിൽ അതൊക്കെ വിടാൻ പറ്റാത്തതാണല്ലോ, സെൻസിറ്റീവ് വിഷയങ്ങൾ തന്നെയാണല്ലോ. എന്തായാലും ഈ ഒരു ഇത്തരം ഈ പ്രോജക്ട്സ് എങ്ങനെയായിരിക്കും ഇന്ത്യയിലും നേപ്പാളും തമ്മിലുള്ള ഈ ഒരു പ്രോജക്ട്സ് നമുക്ക് ഗുണകരമാകുന്നത്? അല്ല, ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ നേപ്പാളിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്നാണ് അവർക്ക് മറ്റേ പെട്രോളും ഡീസലും എല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അവർക്ക് കൽക്കത്ത തുറമുഖത്തിൽ വന്ന് അവരുടെ രാജ്യത്തിലേക്ക് വരുന്ന സാധനങ്ങളെല്ലാം കൽക്കത്ത തുറമുഖത്തിലൊക്കെയാണ് വന്നറിയണം. അവിടെ നിന്നിട്ട് റോഡ് വഴി അങ്ങോട്ടേക്ക്, ട്രെയിൻ വഴിയൊക്കെ കൊണ്ടുപോവുകയാണ് ചെയ്യണത്. ട്രെയിൻ നേപ്പാളിലേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റോഡ് വഴിയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനകത്തൊക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ സുഗമമായിട്ട് നടക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വലുതായിട്ട് മാറിത്തീരുന്നത്. അത് വരുമ്പോ വളരെ നിർണായകമായ ദിവസങ്ങളായിരിക്കും. എങ്ങനെയാണ് ആ പ്രശ്നം, ഈ ലിപുലേഖ് എന്ന് പറഞ്ഞ ഇത് പ്രദേശം, അതൊരു എന്താ സാധാരണ പ്രശ്നമല്ല. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് നേപ്പാളായിട്ട് ഊതി വീർപ്പിച്ച് ഇത്രയാക്കി അതവിടെ നിൽക്കുകയാണ്. അതിന്റെ പരിഹാരം എന്താണെന്ന് അറിയാതെ ഒരു നമ്മൾ തമ്മിലുള്ള ബന്ധശക്തിയാണ് എന്ന് പറയാനായിട്ട് നേപ്പാളിനോ ഇന്ത്യക്കോ കഴിയില്ല.